ചേട്ടാ നമസ്കാരം. നമസ്കാരം. 2026 തുടങ്ങി. 26 ന്യൂ ഇയറിന് ട്രംപ് പീസ് ഓൺ എർത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കാണുന്നത് വെനിസ്വേലയിൽ തുരുതുരാ ബോംബുകൾ വന്ന് വീഴുന്നതാണ്. ട്രംപിന് നൊബേൽ സമ്മാനം വേണം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വെനിസ്വേലയിൽ തന്നെ ബോംബിട്ട് അവിടെയുള്ള ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയി, മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ അവിടെയുള്ള ജനങ്ങളൊക്കെ സന്തോഷഭരിതരായി ആനന്ദ നൃത്തം ചവിട്ടുകയാണ് എന്ന റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് സത്യവുമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. നമ്മുടെ നരസിംഹം സിനിമയിലെ നരേന്ദ്രപ്രസാദ് പറഞ്ഞതുപോലെ അവന്റെ ദൃഷ്ടി പതിച്ചാൽ മതി, പിഴച്ചു എന്ന് കരുതും നാട്ടുകാർ എന്ന് പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരു രാജ്യത്ത് വന്നാൽ മതി, തകർന്നു എന്ന് പറയണ്ട, അത് തകർന്നു. അപ്പോൾ അവിടെ ഏകാധിപത്യ ഭരണമാണ്. ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പും ഒക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും ഭരണം ഏകാധിപത്യമാണ്. ഇപ്പോ നോർത്ത് കൊറിയയിലും ഉള്ള സമാനമായ രീതിയിലുള്ള ഭരണമൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടുത്തെ മഡൂറോ കയറുന്നത് വരെ അവിടുത്തെ GDP എന്ന് പറയുന്നത് 130 ബില്യൺ എന്തോ ആയിരുന്നു. അത് അയാൾ 10 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അത് 65 ബില്യൺ ആയി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല ഭാഗത്തും തത്തി കളിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, അയാൾ എത്ര കൊള്ളരുതാത്ത ഭരണാധികാരിയോ ആയിക്കൊള്ളട്ടെ, അയാളെ അയാളുടെ രാജ്യത്ത് കയറി പിടിച്ചുകൊണ്ടുപോകാൻ ട്രംപിന് എന്താണ് അധികാരം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രധാനമായിട്ടും പറയുന്നത് ട്രംപിന് പിടിച്ചുകൊണ്ട് പോവാം. കാരണം ട്രംപിനും ലോകത്തിനും ഭീഷണിയായിട്ടുള്ള ഒരു രാജ്യമാണ് വെനിസ്വേല. കാരണം അവിടെ നിന്ന് മയക്കുമരുന്ന് കച്ചവടമാണ് അതിഭീകരമായിട്ടുള്ളത്. ലോകത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു ക്ഷുദ്ര ശക്തിയാണ് മയക്കുമരുന്ന് എന്നൊക്കെയാണ് പറയുന്നത്. അതിലും ഭീകരമാണല്ലോ ഈ ടെററിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടെററിസ്റ്റ് രാജ്യങ്ങളിലെ ഒരു ഭരണാധികാരിയെയും ഇതുപോലെ അമേരിക്ക വന്ന് പിടിച്ചുകൊണ്ട് പോയി ഒന്നും നടത്തി നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ട്, സദാം ഹുസൈന്റെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ സദാം ഹുസൈന്റെ കേസിൽ എന്താണെന്നുള്ളത് നമുക്ക് ഒരു നിഷ്പക്ഷ ആംഗിളിൽ പരിശോധിക്കുമ്പോൾ സദാം ഹുസൈന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സദാം ഹുസൈൻ എന്തിനാണ് പരിശ്രമിച്ചതെന്നും സദാം ഹുസൈൻ എന്താണ് അവിടെ നടത്തിയിരുന്നതെന്നും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ അതിലും ഭീകരമായിട്ടുള്ള ടെററിസം പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത്? അവരുടെ ചേർന്ന് നിൽക്കുകയാണ് സിറിയയിലൂടെ ചേർന്ന് നിൽക്കുകയാണ് അമേരിക്ക. അതായത് അമേരിക്കയുടെ പിണിയാളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ എല്ലാം അമേരിക്ക സഹകരിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയ്ക്ക് വഴങ്ങാത്ത രാജ്യങ്ങളുമായി അമേരിക്ക എന്താണ് ഇത്തരത്തിലുള്ളൊരു നയം. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം വഴങ്ങിയില്ലെങ്കിൽ രാജ്യത്ത് കയറി ഭരണാധികാരിയെയും പിടിച്ചുകൊണ്ടുപോയി ഭരണം ഡയറക്റ്റ് ആയിട്ട് അട്ടിമറിച്ച് ഗുണ്ടായിസമാണ് ഇവിടെ നടക്കുന്നത് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചത്, വളരെ ഗദ്ഗതത്തോടു കൂടി ചോദിച്ചത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാളെ ട്രംപിന്റെ ഡെൽറ്റ ഫോഴ്സ് ഇന്ത്യയിൽ വന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിടിച്ചോണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാം, അത് ഇന്ത്യയിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. മോദി ഗുജറാത്ത് കലാപം നടത്തിയ ആളാണല്ലോ. അതിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അമർഷമുണ്ട്. അമർഷമുണ്ടെന്നുള്ളത് മാത്രമല്ല, ഇപ്പോ അമിത്ഷാ വർഗീയവാദിയാണ്. അമിത്ഷാ മറ്റേ ലോയ കേസിൽ ജഡ്ജിയെ കൊന്ന മനുഷ്യനാണ്. അപ്പൊ അമിത്ഷായെ വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോവാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അപ്പൊ സമാനമായിട്ടുള്ള സാഹചര്യമാണ് വെനിസ്വേലയിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഇതിനെ ടാക്കിൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് എവിടെ പോയി അവസാനിക്കും? ഇത് ഒരു ശരിയായിട്ടുള്ള ഒരു നടപടിയാണോ അമേരിക്ക ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുകയുണ്ടായി. ഞാൻ ശരിക്കും അവരെ ആത്മാർത്ഥമായി തന്നെ അഭിനന്ദിക്കുന്നു. കാരണം ലോകത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പോകുമ്പോൾ അവരെ ഇത് പല മാധ്യമങ്ങളും, പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തലക്കെട്ട് കൊടുത്തിരുന്നത് മഡൂറോയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ വാക്ക് തെറ്റാണ്. അറസ്റ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് അധികാരവുമില്ല. ഇത് വേറൊരു സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു രാജ്യം. അവിടുത്തെ ആ ഒരു ഭരണാധികാരിയെ ഭാര്യയെ റാഞ്ചിക്കൊണ്ടുപോകുന്നു. റാഞ്ചുക എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ല തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇന്ന് ചില മാധ്യമങ്ങളൊക്കെ അത്തരത്തിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സ്വാഭാവികമായി പ്രതിഷേധിക്കേണ്ടത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെയ്തത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച കാര്യം അതല്ല. ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ഈ മഡൂറോ എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ അദ്ദേഹം ഒരു സായി ഭക്തനായിരുന്നു. 2005 മുതലേ സായി ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഒരു കടുത്ത സത്യസായി ബാബയുടെ ഭക്തയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം 2005 സത്യസായി ബാബയുടെ അപ്പോൾ 2005 ഇദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. സത്യസായി ബാബയുടെ ശിഷ്യൻ എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യന്മാരോടൊപ്പം തന്നെ സത്യസായി ബാബയുടെ പടം വെച്ചിട്ടുണ്ട്, ഫോട്ടോ വെച്ചിട്ടുണ്ട്. സത്യസായി ബാബ അന്തരിച്ച ആ ദിവസം വെനിസ്വേലയ്ക്ക് പൂർണ്ണമായി അവധി പ്രഖ്യാപിച്ചു. ഈ 2025, അതായത് കഴിഞ്ഞ വർഷം സത്യസായി ബാബയുടെ ജന്മദിനം വളരെ ആഘോഷപൂർവ്വം ആഘോഷിച്ച ഒരു നേതാവും രാജ്യവുമാണ് വെനിസ്വേല. അതെ, ഇദ്ദേഹം ഒരു സായി ഭക്തനായിരുന്നു, ഒരു വലിയ സായി ഭക്തനാണ് ഇദ്ദേഹം. അപ്പോ സ്വാഭാവികമായും സായി ഭക്തർ ഒരു പ്രതിഷേധിക്കുകയൊന്നും വേണ്ടെങ്കിലും അതിനകത്തൊരു ദുഃഖം രേഖപ്പെടുത്തിയായിട്ടൊന്നും ഞാൻ ഇന്നലെ കണ്ടില്ല.
മറ്റൊരു കൂട്ടർ സുഡാപ്പികളാണ്. സുഡാപ്പികള് ഒരക്ഷരം ഇന്നലെ മിണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച്. ഇദ്ദേഹം ഈ പലസ്തീന് വേണ്ടി വളരെ പബ്ലിക്കായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള തുണി എടുത്ത് കഴുത്തേലിട്ട് മുഖത്തൊക്കെ ചുറ്റിക്കൊണ്ട് പല വേദികളിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് സ്വതന്ത്ര പാലസ്തീനും ഗാസയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ച് നിന്നൊരു നേതാവാണ്. ഒരാള് പോലും ഒരു സുഡാപ്പി പോലും ഇതിനകത്തൊരു ഞെട്ടലോ അമർഷമോ ഒന്നും വന്നില്ല. ശരിക്കും പറഞ്ഞാല് മഡൂറോ ഈ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരാണ്, കൊള്ളക്കാരനാണ് എന്നൊക്കെ അമേരിക്കയാണ് പറയുന്നത്. പക്ഷെ അത് അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ഭരണാധികാരികളുടെ അവിടുത്തെ ജനം പറയുന്നുണ്ട്. അതല്ലാതെ അതിന്റെ ഒരു വലിയ ഇതിലേക്ക്, കാരണം അമേരിക്ക പറയുന്നതിന് അങ്ങനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ 2001 ഇവര് അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറി. എന്തിനായിരുന്നു? ഇവരുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചു, ബില്ലാദിനെയും കൂട്ടരെയും തുരത്താനാണ്. അവരെ ഈ തീവ്രവാദികളെ ഉന്മൂലനാശം ചെയ്യാൻ 20 വർഷം ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ. എന്നിട്ട് എന്താണ് നേടിയത് അവിടുന്ന്? ആ രാജ്യം ഛിന്നഭിന്നമാക്കുക എന്ന് മാത്രമല്ല, ആ ജനം കംപ്ലീറ്റ് ഇവരെ തുരത്തി ഓടിക്കുന്ന നിലയിലേക്ക് എത്തി. അവരുടെ അനവധി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ഓക്കെ, ബില്ലാദിനെ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് തീരണ്ടേ കഥ? ബില്ലാദിനെ എവിടെ വെച്ചാ കൊന്നത്? അഫ്ഗാനിസ്ഥാനിൽ വെച്ചായിരുന്നു? പാകിസ്ഥാനിൽ വെച്ചല്ലായിരുന്നു? അപ്പം ഇതെല്ലാം ഇവർക്ക് ചെയ്യാവുന്ന അപ്പൊ അവരന്ന് പറഞ്ഞത് ഇവിടെ മുഴുവൻ ടെററിസ്റ്റ്. ഇവര് പോയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ടെറർ ഗ്രൂപ്പുകൾ അവിടെ വരികയും താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനാധികാരത്തിൽ വരികയും ചെയ്തത്. ഇവർ ഇറാഖ് 2003 കയറി. എന്തും പറഞ്ഞായിരുന്നു ഇവർ ഇറാഖ് കയറിയത്? ഇറാഖിന്റെ ആണവായുധമുണ്ട്, ജൈവായുധമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ മാധ്യമങ്ങൾ, ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ കുറെ കഥ ഇറക്കി വിട്ടു. ഈ സദാം ഹുസൈൻ ജൈവായുധങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത്തെ കാലമല്ലേ 2003, ഇത്രയൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും സജീവമൊന്നും അല്ലെന്ന്. അന്ന് വന്നു ആ പാവത്തിന് ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലുകയല്ലായിരുന്നു ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ആ ഇറാഖിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ ഇറാഖിന്റെ ഒരു ഭാഗം യസീദികളുണ്ട്, പല ഭാഗത്തും ISIS വലിയ ശക്തമായിരിക്കുന്നു. അവസാനം അമേരിക്ക അവിടുന്ന് പോയില്ല. 4500 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇറാഖില്. കാരണം ഒരു സൈനികൻ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു സൈനികന്റെ ജീവൻ മാത്രമല്ല, ആ സൈനികന് വേണ്ടി ആ രാജ്യം മുടക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുണ്ട്, ട്രെയിനിങ് ഉൾപ്പെടെ ഉള്ളത്. ഇത് അമേരിക്ക വലിയ പ്രതിഷേധമായി കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേനും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ട്രംപ് വന്നപ്പോൾ ട്രംപിന്റെ നല്ല മനസ്സുകൊണ്ടല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവര് പിൻവലിഞ്ഞത്, പകരം ഇവർക്ക് ഗത്യന്തരമില്ലാതെ വന്നതുകൊണ്ടാണ്. ഇനി ഞാൻ ചില രാജ്യങ്ങൾ പറയാം. 1961 ഇവർ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തി. കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവർ അട്ടിമറിക്കുകയും ചെയ്തു. അമേരിക്ക വലിയ രീതിയിൽ അവിടെ ജനകീയ കലാപമൊക്കെ ഉണ്ടാക്കി അട്ടിമറിച്ചു. എന്നിട്ട് ഇപ്പൊ ക്യൂബ എവിടെയാണ്? ക്യൂബയ്ക്ക് എന്ത് സംഭവിച്ചു? ആ രാജ്യം ഛിന്ന ഭിന്നമായില്ലേ? ക്യൂബ ഇന്നും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമല്ലേ? ഇന്നും അമേരിക്കക്കെതിരെയല്ലേ ക്യൂബ? അപ്പം ഈ ക്യൂബയും വെനസ്വേലയും ഒക്കെ എല്ലാവരും അടുത്തടുത്ത് കിടക്കുന്ന സുഹൃത്തുക്കളാണ്. ഇനി അടുത്തൊരു രാജ്യം ഞാൻ പറഞ്ഞത്, ഇവർക്ക് ആകെ വിജയിക്കാൻ കഴിഞ്ഞ ഒരു കുഞ്ഞൻ രാജ്യമുണ്ട് 1983 ഗ്രാനഡ എന്ന് പറയുന്നത്, കരീബിയൻ ദ്വീപാണ്. അവിടെ അവരുടെ അണ്ടറിലേക്ക് അത് എത്തി. ഇനി അഫ്ഗാനിസ്ഥാനിലെ ഇറാഖിൽ ഗ്രാനഡ, ഇനി ലിബിയ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇവര് ലിബിയയില് കേണൽ ഗദ്ദാഫിയെ നമ്മൾ കണ്ടതാണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ. അദ്ദേഹത്തെ വളരെ വികൃതമായിട്ട് അവിടുത്തെ ജനം കൈകാര്യം ചെയ്യുന്നതും ജീപ്പിലൊക്കെ കെട്ടിവെച്ച് കൊല്ലുന്നത് 2011 എന്നിട്ട് ഇപ്പൊ എന്താ ലിബിയയുടെ അവസ്ഥ? ISI അവിടെ ഫുള്ളായി. ഇപ്പൊ ISI ഫുള്ള് അവിടെ. ഇനി ഇവർ തോറ്റു തുന്നമ്പാടിയ ഒരു സ്ഥലമുണ്ട്, വിയറ്റ്നാം. അതായത് 1954 വിയറ്റ്നാം പിടിച്ചെടുക്കാൻ പോയി. അവിടുത്തെ വിയറ്റ്നാമിലെ ഗറില്ല യുദ്ധം മാത്രമല്ല, അന്ന് റഷ്യയും ചൈനയും ഒക്കെ ബാക്ക് ചെയ്തിരുന്നു വിയറ്റ്നാമിന്. അങ്ങനെ അവിടെ നിന്ന് കണ്ടം വഴി ഓടി. ഇവര് കൈവച്ച് നേരെയാക്കാന്ന് പറഞ്ഞ് ഏതെങ്കിലും സ്ഥലം നേരെയായിട്ടുണ്ടോ? സിറിയ, യമൻ. സിറിയയിൽ ഇപ്പം ഇവര് ഈ ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്നല്ലോ, സാഹചര്യം മാറ്റിക്കൊണ്ട് പുതിയൊരു ഭരണാധികാരിയെ കൊണ്ടുവന്നല്ലോ. ഇറാന്റെ പിന്തുണയുള്ള ഭരണാധികാരി വേണ്ടെന്ന് പറഞ്ഞ് പുതിയ ആളെ കൊണ്ടുവന്നു. ഇന്ന് ഇപ്പൊ എന്താ സിറിയയിലെ അവസ്ഥ? ആഴ്ച 2 വട്ടം ഇവന്മാർക്ക് തന്നെ പോയി ബോംബിടേണ്ട അവസ്ഥയാണ്. യമന്റെ അവസ്ഥ എന്താണ്? അതാ ഞാൻ പറഞ്ഞു, ലോകത്ത് 400ഓളം അധിനിവേശങ്ങളാണ് അമേരിക്ക രൂപീകൃതമായതിനു ശേഷം ഇതുവരെ ചെറുതും വലുതുമായി നടത്തിയിരിക്കുന്നത്. അപ്പൊ ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ എന്താ കൈവെക്കാൻ? ഇന്ത്യയിൽ അവർ കൈവച്ചിരുന്നു. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൺട്രോളിൽ ഭരിക്കുന്ന ഒരു ഭരണകൂടം വേണം. നരേന്ദ്രമോദി വരുന്നത് വരെ ഇവരുടെ കൺട്രോളിലുള്ള ഭരണമായിരുന്നു ഇന്ത്യ നടന്നിരുന്നത്. അവിടെ അമേരിക്കൻ ഭരണാധികാരി എന്തു പറയുന്നു അതിനൊപ്പം തുള്ളുന്ന ഒരു ഭരണകൂടമായിരുന്നു ഇന്ത്യയിലുള്ളത്. അത് ആയുധമാകട്ടെ, എന്തു തന്നെ ആകട്ടെ, എന്തുമായിട്ട് ആയാൽ പോലും അങ്ങനെ ഒരു ഭരണമായിരുന്നു. ആ ഭരണം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഇത് അട്ടിമറി നടക്കുന്നത് വെച്ചാൽ, ആദ്യം തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു അരക്ഷിതാവസ്ഥ, ഒരു പ്രക്ഷോഭം തുടങ്ങും. പ്രക്ഷോഭം എന്ന് വെച്ചാൽ പിക്കറ്റിങ്, പ്രകടനം, പ്രതിഷേധം, സോഷ്യൽ മീഡിയ പ്രതിഷേധം, ഇതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് അനവധി ഗ്രൂപ്പുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് മതസംഘടനകൾ. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ മതപീഡനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചെറുത് വലുതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടെന്ന് പറയുന്നു. ഇനി പിന്നീട് അത് അടുത്തത് പ്രതിഷേധ യോഗം, പ്രതിഷേധ പ്രകടനം എന്നൊക്കെ പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങും. ഇത് പിന്നീട് കുറച്ചുകൂടി വലുതാക്കി കലാപങ്ങൾ സൃഷ്ടിക്കുക.
അങ്ങനെ അസ്ഥിരമാകുമ്പോഴേക്കും ഇതിനെ അവരുടെ കൺട്രോളിൽ പെടുന്ന, ഇപ്പോൾ ഈ ഇന്ത്യയിൽ അവരുടെ കൺട്രോളിൽ പെടുന്ന കഴിവുള്ളവന്മാരും ഇല്ല. ഇവരുടെ ഈ പൈസ മേടിക്കുന്നവരേ ഉള്ളൂ. കാരണം നേരെ ഒരു കാര്യം കാര്യം പറയാനില്ല, അത് നയിക്കാനില്ല. അതാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെ പെട്ട് കിടക്കുന്നത്. അപ്പം അവരെ കൊണ്ടുവരിക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അത് കഴിയാതെ എന്നിട്ട് അതിനോടൊപ്പം തന്നെ ആക്ടിവിസ്റ്റുകൾ, ഈ പാട്ടുകാര്, ഡാൻസുകാര്, പത്രപ്രവർത്തകര്, അങ്ങനെ ആരെങ്കിലും ഒക്കെ എഴുതി ഹൈലൈറ്റ് ചെയ്ത് അപ്പൊ അവരങ്ങനെങ്കിലും എഴുതി വന്നു കഴിഞ്ഞാൽ ഇവരെ ഉയർത്തിക്കൊണ്ടുവരും. നമ്മൾ കണ്ടതാ ലഡാക്കിലെ വാങ്ചോയ്, അദ്ദേഹം അവിടെ എന്താണ് ചെയ്തത്, പരിസ്ഥിതി പ്രവർത്തനം, അങ്ങനെയുള്ളവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരും. കേരളത്തിലൊക്കെ ഉണ്ടല്ലോ ചിലരെ ഇപ്പം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇവരുടെ പണം കൊണ്ടാണ് ഇവരെ ബൂസ്റ്റ് ചെയ്യുന്നത്. ബംഗ്ലാദേശിലെ യൂനസ്, ഇങ്ങനെ ഇവരുടെ കുറെ പാവകൾ നമ്മുടെ രാജ്യത്തും ഉണ്ട് അങ്ങനെ ഒരുപാട് പേര്. ചിലരൊക്കെ ഇരുന്ന് എഴുതത്തില്ലേ, മോദിക്കെതിരാണ്, ഇല്ല മോദി അങ്ങനെയാണെങ്കിൽ. ഇത് ഇവർക്ക് പൈസ മേടിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, ഒരു രാജ്യത്ത് കലാപം ഉണ്ടാക്കുക, സംഘർഷം ഉണ്ടാക്കുക, അത് പിടിച്ചു. പക്ഷെ ഇന്ത്യ നടക്കില്ല. ഇന്ത്യയിൽ അത് നടക്കില്ല, ഇനി ഒരിക്കലും നടക്കില്ല. അത് അതിന്റെ ആ രീതിയിലേക്ക് മാറിപ്പോയി. അപ്പോഴെന്താണ് ചെയ്യുന്നത്, താരിഫും മറ്റുമൊക്കെ ഉയർത്തിക്കൊണ്ട് ഇന്ത്യ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തുക. ഇപ്പോഴും അവരുടെ ശ്രമം അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഈ മതഗ്രൂപ്പുകളെ കൊണ്ട്, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് വിധ്വംസം. ഇതിനകത്ത് ഇവർക്ക് ജിഹാദികളൊന്നോ ഇല്ലെങ്കിൽ നക്സലുകളൊന്നും ഒന്നുമില്ല. എല്ലാവർക്കും ഇവർ ഒരുമിച്ചാണ് ഫണ്ട് ചെയ്യുന്നത്. കാരണം രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക കൈവച്ചിട്ടുള്ള ഒരു രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക രാജ്യരാമായണം ഓടിയിട്ടുണ്ട്. അവിടുന്ന് അവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇതുവരെ ഒരു ലാഭം ഉണ്ടായിട്ടില്ല. ഇറാഖിൽ മാത്രം അവർക്ക് $2 ട്രില്യൺ ആയിരുന്നു അവർക്ക് മുടക്കേണ്ടി വന്നത്. എന്നിട്ട് ഇറാഖിൽ എന്ത് നേടി എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ എന്ത് നേടി, വിയറ്റ്നാമിൽ എന്ത് നേടി, ക്യൂബയിൽ എന്ത് നേടി, ലിബിയയിൽ എന്ത് നേടി എന്നിങ്ങനെ ചോദിച്ചു പോയാൽ സിറിയയിലും യമനിലും അടക്കം അനവധി രാജ്യങ്ങൾ 400 അധിനിവേശങ്ങൾ ചെയ്തിട്ട് കുറെ രാജ്യങ്ങൾ മാത്രം ഇവരുടെ കൈവെക്കാൻ പറ്റി. ഇനി വെനിസുലയിലേക്ക് നമുക്ക് വരാം. ഇവർ പറയുന്ന ഈ മറൂടെ പിടിച്ചു അല്ലെങ്കിൽ മഡൂറോയെ അറസ്റ്റ് ചെയ്തത് മൂലം വെനിസുല ഇപ്പൊ കയ്യിലേക്ക് വരുമെന്ന്. വരില്ല. കാരണം ഒരു ജനതയല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കിട്ടിയിരിക്കുന്നു. രാജ്യത്തിൽ എങ്ങനെയാണ് ഇവർ കൺട്രോൾ വെക്കേണ്ടത്? ഇവരുടെ തന്നെ ഒരു ഭരണാധികാരി, ഒരു പാവ സർക്കാരിനെ അവിടെ അവരോധിക്കേണ്ടി വരും. പാവ സർക്കാരിനെ അവരോധിക്കുക എന്ന് പറഞ്ഞാൽ ആ പാവ സർക്കാർ അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ സർക്കാരല്ല. ആ ജനങ്ങളുടെ ഇപ്പോൾ തന്നെ അവിടെ ഈ പറയുന്ന ഷാവേസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് അവിടെ. അവരൊക്കെ ഇപ്പൊ തന്നെ സജീവമായിരിക്കുന്നു. ഇനി അപ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല്, ഈ രാജ്യത്തിന് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുകയും അവര് ആഭ്യന്തര കലാപങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. അത് തന്നെയാണ് എല്ലാ രാജ്യത്തും സംഭവിച്ചത്. ഇനിയിപ്പോ ഇവിടെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ എണ്ണയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്തൊന്നും അമേരിക്കയ്ക്ക് അവിടെ നിന്ന് എണ്ണ എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഭരിച്ചിരുന്ന സർക്കാർ തന്നെ അവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് തന്നെ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ പകുതിയിലധികവും പ്രവർത്തനരഹിതമാണ്. ഇനി അത് പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് 7 വർഷം വേണമെന്നാണ് പറയുന്നത്. ഈ 7 വർഷം കഴിഞ്ഞ് വരുമ്പോൾ എണ്ണയ്ക്ക് എത്ര ഡിമാൻഡ് ഉണ്ടാകുമോ ഇല്ലെന്ന് ആർക്കറിയാം. ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ എണ്ണ അവിടുന്ന് ഖനനം ചെയ്തെടുക്കുന്നത് ചൈനയാണ്. അവരെ അത് തുടരും അനുവദിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇതിപ്പോ അമേരിക്കയുടെ ഒരു ഭരണ സർക്കാർ വന്നാൽ ഇന്ത്യക്ക് ഒരു ചെറിയ ഗുണമുണ്ട്. കാരണം ഇന്ത്യക്ക് ഒരു $1 ബില്യൺ കിട്ടാനുണ്ട് അവിടുന്ന്. കാരണം നമ്മൾ ONGC അവിടുത്തെ സർക്കാരുമായിട്ട് ചേർന്നിട്ട് അവിടെ ഒരു എണ്ണപ്പാടം കരാർ ഒപ്പുവെച്ചിട്ട് എണ്ണ ഖനനം ചെയ്യുന്നുണ്ടായിരുന്നു, നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ലാഭവിഹിതം കുറെ കിട്ടാനുണ്ട് നമുക്ക്. അതെല്ലാം ഇവിടെ കണക്കൂട്ട് നോക്കുമ്പോൾ $1 ബില്യൺ ഉണ്ട്. അപ്പൊ ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ഇടപാടുകാർക്കെല്ലാം ഇടപാട് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് അറിയാം അത് കിട്ടുമോ ഇല്ല എന്നുള്ളത്. അപ്പം ഇനി ഇത് കൂടാതെ ഉത്തര കൊറിയയും റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ബാക്ക് ചെയ്യും വെനിസുലയില്. ഈ ട്രംപിന് അവരുടെ പട്ടാളത്തെയും പണവും മുടക്കി വെനിസുലയൊന്നും കാത്തുരക്ഷിക്കാൻ പറ്റില്ല. പകരം ഇപ്പോൾ ഈ ട്രംപ് ചെയ്തത് തങ്ങൾ ലോക പോലീസാണ് എന്ന് വരുത്തി തീർക്കാൻ ചാഞ്ഞു കിടക്കുന്ന ഒരു പാവം രാജ്യത്തിന്റെ മുതുകത്തേക്ക് കയറി എന്നുള്ളതാണ്. നിലവിൽ വെനിസുലയുമായിട്ട് നമ്മുടെ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും അങ്ങനെ ഒരു വലിയ നയതന്ത്ര ബന്ധത്തിൽ പോകുന്ന രാജ്യമൊന്നും അല്ല വെനിസുല. ഈ നമ്മുടെ പുതിയ ലോകക്രമത്തിൽ എന്താണ് നമ്മൾ കാണുന്നത് വെച്ചാൽ, ശക്തന്റെ കൂടെ മാത്രമേ ആളുള്ളൂ. പണം വേണം, സൈനിക ബലം വേണം, അല്ലാത്തവിടെ ഇല്ല. പിന്നെ നമ്മൾ അപലപിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കും. അതായത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ, നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പോലെ തന്നെ കൂടെ ആളുണ്ടാകും, നമ്മൾ പറയുന്ന കേൾക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യ പറയുന്ന കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ വളരുന്നുണ്ട്, ഒപ്പം തന്നെ ഭയങ്കര വിപണിയാണ് ഈ രാജ്യം, സൈനിക ശക്തിയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്ത് ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക തുടങ്ങിയ വിരലിലെണ്ണാവുന്ന ചില രാജ്യങ്ങൾക്ക് കാര്യം അവർ പറയുന്നത് മാത്രമേ വാല്യൂ ഉള്ളൂ. അതായത് വെനിസുലയോ നാളെ ഇപ്പൊ ഉത്തര കൊറിയയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നോ എടുത്തെന്നോ പറഞ്ഞു. ഇതിനിടയിലൊക്കെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. ആരും അത് അവർക്ക് ചെവി കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ വെനിസുലയ്ക്ക് ചുറ്റും കിടക്കുന്ന അവരുടെ അയൽവക്കമായ രാജ്യങ്ങൾ ഏതാണ്? ഒന്ന് ബ്രസീല്,
ബ്രസീലിന്റെ പ്രസിഡന്റ് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ബ്രസീൽ അടക്കമുള്ള അനവധി രാജ്യങ്ങൾ ഇവർക്ക് ചുറ്റോട് ചുറ്റും കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ഉത്തര കൊറിയ, ഇന്നലെ ഉത്തര കൊറിയയുടെ കിങ് ജോൺ എന്ന് പറയുകയും ചെയ്തു, എന്റെ സുഹൃത്തിനെ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ എന്ന് പറയുകയും ചെയ്തു. പുള്ളി അതൊക്കെ ബാലിസ്റ്റിക് മിസൈലൊക്കെ പരീക്ഷിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ എല്ലാം കലുഷിതമായി കിടക്കുക. ചൈനയെ സംബന്ധിച്ച് ചൈന എന്തുകൊണ്ട്, ചൈനയും ഒരു വലിയ നിലപാടാണ് എടുത്തത്. ഇപ്പൊ ചൈന പറഞ്ഞിരിക്കുന്നത് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് എല്ലാ രാജ്യങ്ങളും പറഞ്ഞു. ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇത് ചർച്ചകളോട് പരിഹരിക്കണം. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ധനുഷ. ഇത് ട്രംപ് ചെയ്തിരിക്കുന്നത് ചില രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ഗുണകരമാണ്. അതിൽ ഇന്ത്യയും ഉണ്ട്, ചൈനയും ഉണ്ട്, റഷ്യയും ഉണ്ട്. അതാണ് രസം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ മഡൂറോയെ പിടിച്ചോണ്ട് പോയതിനു ശേഷം സെലൻസ്കിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു. യുദ്ധ കുറ്റവാളിയായ പുടിനെയും ട്രംപ് ഇതുപോലെ പൊക്കിക്കൊണ്ടുപോകുന്നു. അപ്പോൾ റഷ്യയിൽ തന്നെ മറ്റൊരു നേതാവ് പറഞ്ഞത് പുടിന്റെ വീട് ആക്രമിച്ച സെലൻസ്കിയെ പുടിന് ഇതേ ന്യായത്തിൽ എപ്പോ വേണം പൊക്കിക്കൊണ്ടുപോവാം, അറസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് കളി? ഇന്നലെ നമ്മുടെ അസദീൻ ഓവൈസി, AIMI എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് നമ്മുടെ രാജ്യത്ത്, അസദീൻ ഓവൈസി, അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു ഡയലോഗ് അതെനിക്ക് ഇഷ്ടപ്പെട്ട പറഞ്ഞത്. ഇതേ നയമാണെങ്കിൽ നമ്മുടെ ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാനിൽ പോയി ഇന്ത്യക്ക് പൊക്കാമല്ലോ, അസം മസൂദിനെ പൊക്കാമല്ലോ, അങ്ങനെ ആരെ വേണം പൊക്കാമല്ലോ. ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പ്രവിശ്യമായ തായ്വാനിൽ അവർക്ക് അവിടുത്തെ ഭരണാധികാരിയെ പൊക്കിയെടുത്ത് ദൂരെ കളയാമല്ലോ. നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് ഇത് ഗുണകരമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇന്ത്യക്ക് വേണം കയറി അടിക്കാം, യൂണിസിനെ വേണം പൊക്കിക്കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ അവിടെ ഇട്ട് കൊല്ലുകയോ ചെയ്യാം, ചോദിക്കാനും പറയാനും ആരും വരത്തില്ല. ഇതാണ് അവസ്ഥ. അപ്പം ഈ ഒരു രീതി കൂടി ട്രംപ് ഉണ്ടാക്കി വെച്ചു. അതായത് ട്രംപ് ലോക പോലീസ് ചമയുക, തങ്ങൾ വലിയ പവറാണെന്ന് കാണിക്കാൻ ഒരു കുഞ്ഞൻ രാജ്യത്തെ, അങ്ങനെ വലിയൊരു ഫോഴ്സ് ഒന്നുള്ള രാജ്യത്തെ അല്ല ആക്രമിച്ചത്. ഇതിൽ ഇന്നലെ ഒരുപാട് പേര് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ വരുന്ന ലേഖനങ്ങളും ഒക്കെ ഞാൻ കണ്ടു. അതിനകത്ത് പറയുന്നത് റഷ്യയുടെ ആയുധങ്ങളാണ് വെനസ്വേല കൂടുതൽ യൂസ് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഇന്ത്യ സൂക്ഷിക്കണം, ഇന്ത്യ സൂക്ഷിക്കണം. S-300 ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. നമ്മൾ S-400. ഇന്ത്യ അല്ല വെനസ്വേല. കാരണം വെനസ്വേല കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം ഇപ്പൊ ഒരു രാജ്യത്തിന്റെ നിന്ന് ആയുധം വാങ്ങുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, പിന്നെ സ്ക്രാപ്പിന് വെച്ചിരിക്കുന്നത്, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോ പാകിസ്ഥാന് ചൈന കൊടുക്കുന്ന അവരുടെ ഫസ്റ്റ് ക്ലാസ് ആയുധങ്ങളല്ല കൊടുക്കുന്നത്. അവരുടെ രാജ്യത്തിന്റെ കാലാവധി തീരാറായ ഉൽപ്പന്നം പെയിന്റ് അടിച്ച് ഇവിടെ കൊടുക്കുക ചെയ്യുന്നത്. അമേരിക്ക പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നത് F-16 ആയാലും F-35 ആയാലും ഇനി എന്ത് കുന്തമായാലും കൊടുക്കുന്നത് അവിടെ കാലപ്പഴക്കം ചെന്ന സാധനങ്ങളാണ് എടുത്ത് കൊടുക്കുന്നത്. ഇപ്പൊ റഷ്യ കണക്ക് ഒരു രാജ്യം അവരുടെ പുതുപുത്തൻ ടെക്നോളജിയും ആയുധങ്ങളും വെനസ്വേല കണക്ക് ഒരു രാജ്യത്തിന് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം പൈസ കിട്ടില്ല. അവിടെ കരാറുണ്ടായിട്ട് തുച്ഛമായ പൈസ ആയിട്ടാണല്ലോ ഇന്ത്യക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. $1 ബില്യൺ ഇത്രയും നാൾക്കകം നമുക്ക് കിട്ടാനുള്ളത്. എല്ലാം കൂടെ കൂട്ടി നോക്കും, അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ കരാർ ഒപ്പിട്ട്? അത് തന്നെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ. പാകിസ്ഥാൻ കരാർ വെക്കുന്നുണ്ടില്ലേ, 12 അന്തർവാഹിനി, 3600 മിസൈൽ, ഇതൊക്കെയായിട്ടാണ് ചൈനയുടെ കരാർ വെക്കുന്നത്. ഇതുവരെ ആകെ ചൈന കൊടുത്തിട്ടുള്ള 2 അന്തർവാഹിനിയാ പാകിസ്ഥാന്. കാരണം പൈസ ഇതില്ല, തിരിച്ചു കിട്ടത്തില്ല. അതായത് നമ്മുടെ നാട്ടിൽ ചിട്ടിക്കമ്പനി ഇല്ലേ, ഈ ചിട്ടിക്കമ്പനി പൊട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവർക്കും പൈസ കിട്ടാറുണ്ടാകും. അപ്പൊ ചിട്ടിക്കമ്പനി ഉടമ എവിടെ ആകും? ജയിലിലുമാകും. എന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ ഈ മഡൂറോയെ സംബന്ധിച്ചാണ് അയാൾ ഹാപ്പിയാ, അയാൾ സേഫ് ആയിട്ടിരിപ്പുണ്ട് ജയിലിനകത്ത്. ബാക്കിയുള്ള കാലം ഇനി പ്രായമായി കഴിയാൻ പറ്റും. കിട്ടാനുള്ളവനൊക്കെ ഏതാണ്ടൊക്കെ ഒരു പരുവത്തില്ല. പക്ഷെ ഈ അമേരിക്കക്ക് സ്വന്തമായിട്ട് അവിടുന്ന് ഈ എണ്ണയും ഖനനം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ അവിടെ ആരെങ്കിലും ഒരാൾ വന്നാൽ, കാരണം 2022 മുതൽ നമ്മൾ അവിടുന്ന് എണ്ണ വാങ്ങുന്നില്ല, അമേരിക്കയുടെ ഉപരോധമുണ്ട്, പിന്നെ നമുക്ക് അവിടുന്ന് എണ്ണ കൊണ്ടുവന്ന റിസ്ക്. ഇനി അവിടെ ആരെങ്കിലും വന്ന് ചീപ്പ് റേറ്റിന് എണ്ണ കിട്ടാമെങ്കിൽ നമ്മൾ അവിടുന്ന് വാങ്ങാം എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം നിലവിൽ. രണ്ടാമത്തെ ഒരു കാര്യം, റഷ്യയുടെ കമ്പനികൾ റോസ്നിഫ്റ്റും ലുക്കോയിലും അല്ല മറ്റു കമ്പനികൾ ഇന്നലെ 8% ഡിസ്കൗണ്ട് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പൊ കമ്പനികളെല്ലാം അവിടെ വെച്ച് പിടിച്ചിട്ടുണ്ട് അങ്ങോട്ട്. ഉപരോധം ഉണ്ടല്ലോ അമേരിക്കയിൽ, അപ്പൊ അവർ 8% ഡിസ്കൗണ്ട് എടുത്താൽ ഇന്ത്യക്ക് മേടിക്കാൻ പറ്റുമോ? അവരല്ലെന്നേ, അവർ ഒഴിച്ചിട്ടുള്ള ബാക്കി കമ്പനികളല്ലോ, ചെറിയ ചെറിയ കമ്പനികള്, അവര് കച്ചവടം എല്ലാം കൂട്ടിക്കെട്ടി ഇരിക്കുകയല്ലായിരുന്ന അവന്മാരെല്ലാം ഇപ്പൊ വാരിക്കൊരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യ കുറച്ച് മന്ദം ചരിവൊക്കെ ആയിട്ടാണ് ഒരുപാട് ഷാഡോ ഷിപ്പുകൾ പോയി കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് ഇന്ത്യ നമ്മളെ വാർത്ത കൊടുത്തിരുന്നു, 3-4 ഷാഡോ ഷിപ്പ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. വേറെ ഓരോ രാജ്യത്തിന്റെ പതാകയും കൊണ്ടാണ് വരുന്നത്. അത് യൂറോപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഇന്ത്യയിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്.
അപ്പൊ ഇതൊരു വലിയ രീതിയിലോട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതായത് എണ്ണവില സാധാരണ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും യുദ്ധം ഉണ്ടാകുമ്പോൾ എണ്ണവില കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇനിയിപ്പോ അങ്ങനെ ഒരു സാധ്യതയില്ല. ഏതായാലും ട്രംപിന്റെ സ്വപ്നങ്ങൾ നടക്കുമോ എന്ന് അറിയില്ല. പക്ഷെ ട്രംപ് ഇന്ന് ചില രാജ്യങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ കുറെ രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പിടിച്ചെടുക്കും, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 മണിക്കൂറിനകം എങ്ങാണ്ട് അവിടെ ആക്ഷൻ തുടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഇത് ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനും പുള്ളി ലോക പോലീസ് ആകാനുമുള്ളൊരു ഇതിലേക്കാണ്. എപ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ലോകത്തൊരിടത്തും അധിനിവേശ ശക്തികൾ വാണിട്ടില്ല. നമ്മുടെ രാജ്യത്തും 200 വർഷത്തോളം ബ്രിട്ടീഷുകാര് ഭരിച്ചിരുന്നു. ആ അധിനിവേശ ശക്തികളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം സ്റ്റാർട്ട് ചെയ്തത്. ഒപ്പം തന്നെ ലോകത്ത് എവിടെങ്കിലും അധിനിവേശ ശക്തികൾ ഭരിക്കുന്നതായിട്ട് ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? ഈ ഒരു ചരിത്രത്തിലും അധിനിവേശ ശക്തികൾ ഭരിക്കില്ല. പകരം തദ്ദേശീയരായിട്ടുള്ളവർ മാത്രമേ ഭരിക്കൂ. അവർ ചിന്തിക്കുന്നത് കണക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. അധിനിവേശ ശക്തികൾക്ക് ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കഴിയും, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. വെനസ്വല ഒക്കെ അതിന് ഉദാഹരണം. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക കൈവച്ചിട്ടുള്ളതും അവർ നന്നാക്കി എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതുമായ ഒരു രാജ്യം ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അത് അമേരിക്കയുടെ മൂട്ടി ബോംബ് വെക്കുന്ന പരുവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ISI ഒരു ഭാഗത്ത്, അതിന് തന്നെ പല വിഭാഗങ്ങൾ. അമേരിക്കയിൽ എത്ര ആക്രമണം നടന്നു ഇല്ലേ? ഓസ്ട്രേലിയ നടന്നില്ലേ? എത്ര ആക്രമണം യൂറോപ്യൻ രാജ്യങ്ങൾ നടക്കുന്നു. അതെല്ലാം യുവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച് കുരുക്കുകളാണ് ഇപ്പൊ അവന്മാർക്ക് തന്നെ വിനയായിട്ട് മാറിയിരിക്കുന്നത്. അതായത് ട്രംപ് ഹീറോ ആകുകയല്ല ചെയ്യുന്നത്, ട്രംപ് സീറോ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.